എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 61, 62, 63 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. വിവാഹകാര്യം സത്യയുടെയും ശ്രീകൃഷ്ണൻ്റെയും വിവാഹത്തിനുള്ള പുറപ്പാടായി ശ്രീകൃഷ്ണൻ സഭയിലേക്ക് വന്നു. അടുത്ത വിഷയങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം 61ാമത്തെ ശ്ലോകം നോക്കാം. ന്യസ്തേ മണിമയേ പീഠേ പുരുഷൈസ്തത്ര സത്വരൈഃ ആസീനേ പുണ്ഡരീകാക്ഷേ ജിഷ്ണുരാസ്തതദന്തികേ. നമുക്ക് പദച്ഛേദം പറയാം. ന്യസ്തേ മണിമയേ പീഠേ പുരുഷൈഃ തത്ര സത്വരൈഃ ആസീനേ പുണ്ഡരീകാക്ഷേ ജിഷ്ണു ആസ്ത തദന്തികേ. അപ്പോൾ ശ്രീകൃഷ്ണൻ വരണേൻ്റെ ഒപ്പം ഭടന്മാരെല്ലാവരും ഉണ്ടല്ലോ. അവരാണ് ശ്രീകൃഷ്ണനെ ആനയിച്ച് ഹോമഭവനത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് പറയാണ്. തത്ര അവിടെ, ആ ഹോമഭവനത്തിൽ, വിവാഹ വേദിയിൽ, സത്വരൈഹി പുരുഷൈഹി ത്വരയോടുകൂടിയ പുരുഷന്മാരാൽ, ത്വര എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭടന്മാർ, പ്രത്യേകിച്ച് വരനൊക്കെ വരുമ്പോൾ ഒരു പരിഭ്രമം ഉണ്ടാവും അവിടെ ഉള്ളവർക്കൊക്കെ. അപ്പോൾ വരനെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്, എവിടെയാണ് ഇരുത്തേണ്ടതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു പരിഭ്രമം അവരുടെ പ്രവൃത്തിയിലൊക്കെ കാണാനുണ്ട്. അതുകൊണ്ടാണ് കവി അവരെ സത്വരൈഹി പുരുഷൈഹി എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. വളരെ ത്വരയോട് കൂടിയിട്ട്, വളരെ പരിഭ്രമിച്ച് വേണ്ട പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഇരുത്താൻ പുറപ്പെടുകയാണ് ഒരു സിംഹാസനത്തിൽ. അതാണ് പുരുഷൈഹി ന്യസ്തേ. അവിടെ ഈ ഭടന്മാരാൽ വിന്യസിച്ചതായ, കൊണ്ടുവന്ന് വച്ചതായിട്ടുള്ള മണിമയേ പീഠേ. മണിമയം എന്ന് പറഞ്ഞാൽ രത്നം കൊണ്ട് നിർമ്മിച്ചതായ, രത്നം പതിച്ചിട്ടുള്ളതായ ഒരു പീഠം, വരന് ഇരിക്കാനുള്ളതായ ഏറ്റവും അമൂല്യമായ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പീഠം, സിംഹാസനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവിടെ കൊണ്ട് ഇരുത്തുകയാണ്. മണിമയേ പീഠേ പുണ്ഡരീകാക്ഷേ ആസീനേ. ആ ഒരു പീഠത്തിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് വരനിരിക്കേണ്ടതായ ഏറ്റവും മഹിമയേറിയ പീഠം, അവിടെ പുണ്ഡരീകാക്ഷൻ ഇരുന്നപ്പോൾ, പുണ്ഡരീകാക്ഷൻ ശ്രീകൃഷ്ണൻ, അവിടെ കൊണ്ട് ശ്രീകൃഷ്ണനെ ഇരുത്തിയപ്പോൾ, ആസീനെ ഇരുന്നപ്പോൾ, തദന്തികേ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തന്നെ ആരുമിരുന്നു? ജിഷ്ണു ആസ്ത, അർജുനനും ഇരുന്നു. അതായത് വരൻ ഒരിക്കലും ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവരുത്. പ്രത്യേകിച്ച് അർജുനൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തിയാൽ എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ കൂടെ തന്നെ ആവുകയും ചെയ്യും. അതുകൊണ്ട് വരനാണ് എന്നുള്ളത് കൊണ്ട് വരന് ഒരു സഹായം, സപ്പോർട്ട് എന്നുള്ള രീതിയിൽ തൊട്ടടുത്ത് തന്നെ അർജുനനും ചെന്നിരുന്നു. അവർ തമ്മിൽ അത്ര ഐക്യമുണ്ട് എന്നർത്ഥം. അവരുടെ സാഭിപ്രായത്വം, അവർ ചിന്തിക്കുന്നത്, അവർ പറയണതൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണെന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണന് എല്ലാ തരത്തിലുമുള്ളതായ ഒരു ആശ്രയം, സപ്പോർട്ട് ഈ ഒരു സമയത്ത് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് അർജുനൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തന്നെ പോയിരുന്നത്. ഇനി അടുത്തതായിട്ട് വധുവിൻ്റെ വരവാണ് വർണ്ണിക്കുന്നത്. നമുക്ക് 62ാമത്തെ ശ്ലോകം നോക്കാം. ഉത്സാരിത മഹാലോക യാഹി ആഹീതിവേത്രിഭി രാജപുത്രീ സമാഗച്ഛദാക്രമ്യ മണിപാദുകേ. ആദ്യം പദച്ഛേദം പറയാം. ഉത്സാരിത മഹാലോക യാഹി യാഹി ഇതി വേത്രിഭി രാജപുത്രീ സമാഗച്ഛത് ആക്രമ്യ മണിപാദുകേ. ഇവിടെ ശ്ലോകത്തിൽ അത്സാരിത മഹാലോക എന്ന് പദം അക്ഷരം എഴുതിയപ്പോൾ ഉ എന്നെഴുതുന്നതിന് ആ എന്ന് എഴുതിയിട്ടുണ്ട്. ആ എന്നല്ല, ഉത്സാരിതമാണ്, മാറ്റി നിർത്തുക. അതാണ് ഉത്സാരിത മഹാലോകാഹം. വിശേഷപ്പെട്ട ആൾക്കാർ, മന്ത്രിമാർ, അല്ലെങ്കിൽ രാജാക്കന്മാർ, അതുപോലെ ജനനേതാക്കന്മാർ, ഉന്നത കുലജാതന്മാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ ചുറ്റുമൊരു ഭടന്മാർ, അവർ തന്നെ നിർത്തിയിട്ടുള്ളതായ രക്ഷിപുരുഷന്മാരുണ്ടാവും. ആ രക്ഷിപുരുഷന്മാർ നമ്മൾ കാണാറുണ്ട്. ഈ സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രക്ഷിപുരുഷന്മാർ, പോലീസുകാരുണ്ടാവും. അവരൊരു വലയം തീർത്തിട്ട് മറ്റുള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. അവരെ കൊണ്ട് അവർ ചിലപ്പോൾ ഈ വരുന്ന ആൾക്കാർ കേമന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, അല്ലെങ്കിൽ സിനിമാ നടന്മാരാണെന്നൊക്കെ വരുമ്പോൾ അവരെയൊക്കെ തോണ്ടാനും സ്പർശിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വലിയൊരു ബന്ധനം, അവരൊരു ചങ്ങല പോലെ നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇവരെ പ്രവേശിപ്പിക്കുക. അതുപോലെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം, മേൽശാന്തിമാർ, തന്ത്രിമാരൊക്കെ നടന്നു പോകുമ്പോൾ അവരെ ഒന്നും സ്പർശിക്കരുത്. സ്പർശിച്ചാൽ അവർക്കൊക്കെ
ബുദ്ധിമുട്ടുണ്ടാവും, ചടങ്ങുകൾക്കൊക്കെ വിഘാതം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അവരെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ വഴി വഴി എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ പറയണതാണ്. അങ്ങനെയുള്ള ഒരു ചടങ്ങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഴിമാറ്റൽ കൊട്ടാരത്തിലുണ്ടായി എന്നുള്ളതാണ് വർണ്ണിക്കാൻ പോണത്. വേത്രിഭി, വേത്രികൾ എന്ന് പറഞ്ഞാൽ കയ്യിൽ ചൂരൽ പിടിച്ചിട്ടുള്ള ആൾക്കാരെ ഭടന്മാരെ, രക്ഷിപുരുഷന്മാരെന്നർത്ഥം. കയ്യിൽ ചൂരൽ പിടിച്ചിട്ടുള്ളവരുണ്ടാവും, കയ്യിൽ ദണ്ഡമുള്ളവരുണ്ടാവും. രണ്ടും രണ്ടാണ്. ചൂരൽ എന്നുള്ളത് കൊണ്ട് പോലീസുകാരുടെ ആ പണി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദണ്ഡം പിടിച്ചിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ ആ ദണ്ഡം കൊണ്ടൊന്നും ചെയ്യാനല്ല, അത് ഒരു രാജചിഹ്നമാണ്, കഞ്ചുകി എന്നൊക്കെ പറയും. പക്ഷേ ആ ദണ്ഡം കണ്ടാൽ പേടിയാവും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ളതും തോന്നിപ്പോവും. പക്ഷെ അതുകൊണ്ട് ആക്രമിക്കാറൊന്നുമില്ല. എന്നാൽ ഈ ഭടന്മാരെ കയ്യിലുള്ള വേത്രം കൊണ്ട് ആൾക്കാരെ ഒതുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ രാജകുമാരി വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് വഴി മാറ്റാൻ നടക്കുന്നവർ, അതാണ് വേത്രിഭി. വേത്രികളാൽ യാഹി യാഹി, മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, എല്ലാവരും രാജകുമാരി ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്, വരണത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്സാരിത, യാഹി യാഹി ഇതി ഉത്സാരിത മഹാലോക, ഉത്സാരണം ചെയ്യാന്ന് വെച്ചാൽ മാറ്റി നിർത്തുക. മാറ്റി നിർത്തുന്ന മഹാലോകങ്ങൾ, അവിടുത്തെ ആ രാജ്യത്തിലെ ജനങ്ങൾ, കുറേ പേരൊക്കെ രാജകുമാരിയെ കണ്ടിട്ടുണ്ടാവും, ചിലരൊന്നും കണ്ടിട്ടില്ല, കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഈ വിവാഹ സമയത്ത് കാണാലോ, സർവാഭരണ വിഭൂഷിതയായിട്ട് സുന്ദരിയായിട്ട് വരുന്ന രാജകുമാരിയെ കാണാലോ എന്ന് വിചാരിച്ച് തടിച്ചുകൂടിയ ജനങ്ങളെ ഒക്കെ, അവരൊക്കെ ഈ വരുന്ന വഴിയിൽ, രാജകുമാരി വരുന്ന വഴിയിലും ഉണ്ടാവും. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്സാരിത മഹാലോക രാജപുത്രി, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാജപുത്രി അവിടേക്ക് എഴുന്നള്ളുകയാണ് സത്യ. അങ്ങനെ ആ സത്യ എങ്ങനെയാണ് പറയണത്? മണിപാതുകേ ആക്രമ്യ, മണിപാതുകങ്ങൾ ധരിച്ചിട്ട് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മണിപാതുകങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തും പവിഴവും ഒക്കെ പതിപ്പിച്ചതായ ചെരുപ്പുകൾ, അതും ധരിച്ചുകൊണ്ടാണ്. മണിപാതുകേ ആക്രമ്യ, ആക്രമണം ചെയ്യുക അല്ലെങ്കിൽ ആക്രമ്യ, ആക്രമിച്ചിട്ട് എന്നൊക്കെ അർത്ഥം പറയുമ്പോൾ അവിടെ വാച്യാർത്ഥത്തിന് പ്രാധാന്യമില്ല, കാലിലിട്ടിട്ട് എന്നുള്ള അർത്ഥം എടുക്കണ്ടു. അതൊരു നല്ല പ്രയോഗമൊന്നുമല്ല. അത് അമർത്തി ചവിട്ടിക്കൊണ്ടെന്ന് പറയുമ്പോൾ അതിനെ ആക്രമിച്ച് താഴ്ത്തി പിടിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. വാച്യമായിട്ടുള്ള അർത്ഥത്തിന് ഭംഗി കുറവാണ്. ലക്ഷ്യമായിട്ട് എടുക്കുമ്പോൾ ലക്ഷ്യാർത്ഥം കൊണ്ട് ചെരുപ്പിട്ടിട്ട് എന്ന് പറയേ വേണ്ടൂ. ആ ചെരുപ്പിട്ടുകൊണ്ട്, ചെരുപ്പ് ധരിച്ചുകൊണ്ട്, മുത്തും പവിഴവും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള സുന്ദരമായ ചെരുപ്പ് ധരിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. സമാഗച്ഛത്, സഭയിലേക്ക് വന്നു എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ആ രാജകുമാരിയുടെ വരവും ശ്രീകൃഷ്ണൻ്റെ വരവും തമ്മിലുള്ളതായ വ്യത്യാസം. ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൂസലും ഇല്ല, ചിറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഉല്ലസിച്ചിട്ടാണ് വരവ്. രാജകുമാരി വരുമ്പോഴേക്കും വലിയ സംരക്ഷണമൊക്കെ ഒരുക്കിക്കൊണ്ടാണ് അവിടേക്ക് കടന്നു വന്നത്. നമുക്ക് 63-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തദഗ്രേ പൂജ്യമാണാനാം ശംഖാനാമുദരോദ്ഗത ധ്വനിരുന്മനസം ചക്രേ ഗംഭീരോ ദേവകീസുതം. ആദ്യം പദച്ഛേദം പറയാം. തദഗ്രേ പൂജ്യമാണാനാം ശംഖാനാം ഉദരോദ്ഗത ധ്വനി ഉന്മനസം ചക്രേ ഗംഭീര ദേവകീസുതം. ഈ രാജകുമാരി നടക്കുന്നതിന് മുമ്പ് വഴി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഭടന്മാർ പോയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. തദഗ്രേ, ആ രാജകുമാരിയുടെ മുന്നിൽ നടക്കുന്നവരായിട്ടുള്ള ഒരു കൂട്ടർ അവരെന്താ ചെയ്തത്? പൂജ്യമാണാനാം ശംഖാനാം ഉദരോദ്ഗത ഗംഭീരോ ധ്വനി. പൂജ്യമാണാനാം ശംഖാനാം, ശംഖ് നിറയ്ക്കുക എന്നുള്ളത് വാച്യമായിട്ട് ശംഖ് കൊണ്ട് നാദം പുറപ്പെടുവിക്കുക, ശംഖധ്വനി ഉണ്ടാക്കുക, അതാണ് പൂജ്യമാണാനാം ശംഖാനാം. രാജകുമാരി അതാ വിവാഹത്തിനായിട്ട് ഒരുങ്ങി വന്നു തുടങ്ങി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ശംഖനാദം പുറപ്പെടുവിച്ചു കുറച്ച് ആൾക്കാർ, ഭടന്മാർ. ആ ശബ്ദം അതാണ് പൂജ്യമാണാനാം ശംഖാനാം ഉദരോദ്ഗത. അത് ശംഖിലേക്ക് കാറ്റ് വായു നിറയ്ക്കുമ്പോഴാണല്ലോ അത് ശബ്ദമായിട്ട് പുറത്തേക്ക് വരണത്. ആ വായു, നിറച്ച വായു ശബ്ദമായിട്ട് വളരെ മംഗളകരമായിട്ടുള്ളൊരു ധ്വനിയായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ശംഖാനാം, ഒന്നും രണ്ടും ഒന്നുമല്ല, ശംഖുകൾ ധാരാളം, ശംഖുകളുടെ നാദം പുറപ്പെടുവിച്ചു, ശംഖധ്വനികൾ കേൾക്കുമാറായി. ആ ശബ്ദം ഉദരോദ്ഗത ഗംഭീരോ ധ്വനി, ഗംഭീരമായിട്ടുള്ള ഏറ്റവും മംഗളരൂപത്തിലുള്ളതായ ആ നാദം ദേവകീസുതം
ഉന്മനസം ചക്രേ, അതുവരെ ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്ന ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ ഒരു മാറ്റമാണ് ഉണ്ടാക്കിയത് ആ ശബ്ദം. അതായത് ഇനിയിപ്പോൾ വിവാഹത്തിൻ്റെ സമയമൊക്കെ ആയി, തമാശയൊക്കെ പറഞ്ഞിരിക്കാനുള്ള നേരം കഴിഞ്ഞു, മാറി, ഇനി വിവാഹത്തിന് ഒരുങ്ങുകയാണ് വേണ്ടത്. ആ ഒരു സീരിയസ്നെസ് എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പോഴാണ് അത് വന്നത്. മാത്രമല്ല രാജകുമാരിയെ ശരിക്കൊന്നും കണ്ടിട്ടില്ല. അതിനുള്ള തിടുക്കം, ഒരു ഉത്കണ്ഠ അപ്പോഴാണ് ഉണ്ടായത്. അതാണ് ഉന്മനസം ചക്രേ. ദേവകി സുതനെ, ശ്രീകൃഷ്ണനെ ഉന്മനസ് ആക്കി തീർത്തു, ആനന്ദതുന്തിലനായി ഭഗവാൻ എന്നർത്ഥം. അപ്പോഴേ വിവാഹത്തിൻ്റെ ഒരു വിഷയത്തിലേക്ക് ശ്രീകൃഷ്ണൻ വന്നുള്ളൂ എന്ന് തോന്നും. ഏതായാലും ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ 3 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ന്യസ്തേ മണിമയേ പീഠേ പുരുഷൈസ്തത്ര സത്വരൈഃ ആസീനേ പുണ്ടരീകാക്ഷേ ജിഷ്ണുരാസ്തദന്തികേ ഉത്സാരിതമഹാലോക യാഹി യാഹീതിവേത്രിഭിः രാജപുത്രീ സമാഗച്ഛദാക്രമ്യ മണിപാദുകേ തദഗ്രേ പൂര്യമാണാനാം ശംഖാനാമുദരോദ്ഗത ധ്വനിരുന്മനസം ചക്രേ ഗംഭീരോ ദേവകീസുതം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.